ഒരു ചെറിയ അപകടം പറ്റി എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന്. ഒന്ന് കാൽ തെന്നി വീണതാണ് കളിക്കാൻ പോയപ്പോൾ. ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി കാൽ തെന്നി, ടെൻഡൻ റപ്ചറായി, സർജറി കഴിഞ്ഞിരിക്കുകയാണ്. ടെൻഡൻ റപ്ചറായി, സർജറി കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അബ്സല്യൂട്ട് റെസ്റ്റിലാണ്. മൂവ് ചെയ്യാൻ വയ്യ, മൊബൈലായിട്ടിരിക്കുന്നു. ഒരു 6 ആഴ്ചയെങ്കിലും ഇരിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വളരെ ദുഃഖിതനാണ് അദ്ദേഹം. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വർക്ക് ഫ്രം ഹോമാണ്. തീർത്തും ദുഃഖിതനാണ്. സംസാരിക്കും ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ദുഃഖിതനാണ്. പ്രശ്നം ഒന്ന്, കാലങ്ങളായി കളിക്കുന്നു, ഇതുവരെ അപകടം പറ്റിയിട്ടില്ല, അതിൻ്റെ ദുഃഖം. വീട്ടിലിരിക്കേണ്ടി വരുന്ന ദുഃഖം. ആകെ മൂവ് ചെയ്യാൻ പറ്റാത്ത, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വിഷമം. അതോടൊപ്പം തന്നെ ജോലിക്ക് പോവുക എന്നുള്ളത് ഒരു കൾച്ചറായി മാറിയ ആളാണ് കാലങ്ങളായിട്ട്. IT മേഖലയിലാണ്, ബാങ്കിലെ IT മേഖലയിലാണ് കാലങ്ങളായിട്ട്. അതൊരു ശരിയായി മാറിയ ആളാണ്. അത് മുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം. വർക്ക് ഫ്രം ഹോമാണ്. വർക്ക് ഫ്രം ഹോമാണെന്ന് വെച്ചാൽ സന്തോഷമാണ് പുതിയ തലമുറയ്ക്ക്. പക്ഷേ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനെയും ഓഫീസിനെയും വേറെ കാണുന്ന പഴയ സ്കൂൾ തോട്ടിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വീടിനും ഓഫീസിനും വേറെ കാണുകയും വീട്ടിൽ ഹോംവർക്ക് മാത്രം ചെയ്യുകയും ചെയ്തു വന്ന തലമുറയാണ്. പിന്നീടാണല്ലോ വീട്ടിൽ തന്നെ സ്റ്റഡി ഫ്രം ഹോം പഠിച്ചൊരു കാലഘട്ടം പിന്നീട് വരികയാണല്ലോ. അപ്പോൾ സ്റ്റഡി ഫ്രം ഹോം കഴിഞ്ഞു വന്ന ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം വലിയ വ്യത്യാസമുള്ള കാര്യമല്ല. പക്ഷേ വീട്ടിൽ ഹോംവർക്ക് മാത്രം ചെയ്ത് ശീലിച്ച ഒരു തലമുറയ്ക്ക് വർക്ക് ഫ്രം ഹോം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ദുഃഖിതനാണ്. അപ്പോൾ ഞാൻ അതോട് ചോദിച്ചു, ഒരു തരത്തിൽ നമ്മൾ ദുഃഖിക്കാതിരിക്കുകയല്ലേ വേണ്ടത്? 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, ഈ ഒരു 15 വർഷം മുമ്പാണെങ്കിൽ ഈ ടെൻഡൻ റപ്ചർ വന്നു കഴിഞ്ഞാൽ യു ആർ ഇൻ പ്രോബ്ലംസ്. കാരണം അന്ന് കൃത്യമായ സർജറികളൊന്നുമില്ല. നമ്മളുടെ സാധാരണ ഭാഷയിൽ ഉളുക്കാണ്, അല്ലെങ്കിൽ സ്പ്രെയിനാണ് എന്ന് പറഞ്ഞ രീതിയിൽ വളരെ പുറമേയുള്ള പെരിഫറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൂടുതലുണ്ടാവുക. പൊരിഞ്ഞു കെട്ടും മുഴിച്ചിലും ഒക്കെ ആയിട്ട് കാലങ്ങൾ കുറേ പോകും. കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, ഒരു അബ്സല്യൂട്ട് റീഹാബിലിറ്റേഷൻ ഉണ്ടാവില്ല. പഴയ അവസ്ഥയിലേക്ക് കാല് പൂർണ്ണമായിട്ട് എത്തുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല. വലിയൊരു ശതമാനം ആളുകൾ പിന്നീട് കാലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അതില്ല ഇപ്പോൾ. കറക്റ്റ് ടൈമിന് കറക്റ്റ് സർജിക്കൽ റെക്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഴയതിനേക്കാൾ ഭംഗിയായിട്ട് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാവുന്ന അത്രയും നല്ല രീതിയിൽ നടന്നു പോകാം, കാലുപയോഗിക്കാം, വീണ്ടും കളിക്കാം, അതിനുള്ള സാധ്യതകളുണ്ട്. കുറച്ച് നാൾ വിശ്രമിക്കുക മാത്രമേ വേണ്ടൂ. പരമാവധി 1-1.5 മാസം. പിന്നെ അങ്ങനെയല്ല, ആ പ്രോസസ്സിൽ 4-5 മാസം പോയി കിട്ടും, എന്നിട്ടും കറക്റ്റ് ആവുകയുമില്ല. രണ്ടാമത്തെ സാധ്യത, 15 വർഷം മുമ്പാണെങ്കിൽ ഈ പറഞ്ഞ 6 മാസത്തെ കാലയളവ് നിങ്ങൾ ജോലി ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ധനനഷ്ടം വരും, ലോസ് ഓഫ് പേയോ മറ്റ് സർവീസ് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ ദിവസം ആക്സിഡൻറ്റ് പറ്റി ആദ്യത്തെ ദിവസം മുതൽ വർക്ക് ഫ്രം ഹോമാണ്, ലീവിലല്ല നിങ്ങൾ. അപ്പോൾ അത്തരം സൗകര്യങ്ങളുള്ള പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷിക്കില്ല നമ്മൾ വേണ്ടത്. അപ്പോൾ ആ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാനസികമായിട്ട് വ്യത്യാസമുണ്ടായി എന്ന് വിചാരിക്കുന്നു ഞാൻ. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത നമുക്ക് വരേണ്ടതില്ല. കാര്യം ഒരു കാലഘട്ടം കഴിയുമ്പോൾ, പുതിയ കാലഘട്ടത്തിൽ എത്ര വേഗത്തിലാണ് പുരോഗതി വരുന്നത്, എത്ര വേഗത്തിലാണ് പുതിയ ശാസ്ത്ര സാങ്കേതിക സന്നാഹങ്ങൾ നമുക്ക് ഏറ്റവും ഉപയുക്തമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഉടലെടുത്ത് ഒരു പരിഷ്കൃതനാണെന്നൊക്കെ ഭാവിച്ച് അഹങ്കരിച്ച് തുടങ്ങുന്ന ഒരു കാലം, ഒരു 10,000-1500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വരെ നമുക്ക് അറിയാതെ പോയ ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ്. ബ്രെയിൻ എന്ന് പറയുന്ന, ശരിക്കും ബ്രെയിനാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. ആ ബ്രെയിൻ നമുക്കുണ്ടെന്ന് തിരിച്ചറിയാതെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പണ്ട് നമുക്കറിയാം, ഈജിപ്തിലൊക്കെ മമ്മികൾ മരിച്ചു കഴിഞ്ഞ ഒരാളെ മമ്മിഫൈ ചെയ്ത് അയാളൊരു മമ്മിയാക്കി, അയാളുടെ ആന്തരികാവയവങ്ങൾ വരെ പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉള്ളിൽ വെച്ച് വയറ് തുന്നി ചേർത്ത് അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അയാളുടെ ബിലോങ്ങിങ്സ്, അയാൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ കൂടി ചേർത്ത് അയാളെ നിമഞ്ജനം ചെയ്യുകയാണ് ചെയ്യുക, അയാളെ അടക്കം ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ തലയോട്ടിക്കുള്ളിലെ ഈ കൊഴുത്ത ദ്രവരൂപത്തിലുള്ള, പാതി ദ്രവരൂപത്തിലുള്ള ഈ നരച്ച സാധനം എന്തോ ഉപകരണം ഉപയോഗിച്ച്, അതിൻ്റെ ഉപകരണം ഉപയോഗിച്ച് തലയോട്ടി പൊളിക്കാതെ തന്നെ എടുത്ത് പൊളുത്ത് കളയാണ് ചെയ്യുക. കാരണം ഈ പരേതൻ അങ്ങനെ അടക്കം ചെയ്യപ്പെടും, മമ്മിയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് പുനർജന്മത്തിൻ്റെ സമയത്ത്, പുനർജന്മം എന്തായാലും ഉണ്ടെന്നാണല്ലോ വിശ്വാസം ഉണ്ടായിരുന്നത്. ആ പുനർജന്മത്തിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് മറ്റെല്ലാ അവയവങ്ങളും കിട്ടുമ്പോൾ ഈ തലയോട്ടിക്കുള്ളിലുള്ള ഈ ദ്രാവകം കിടന്ന് ചീഞ്ഞ് അളിഞ്ഞ് വൃത്തികേടായി അതിൻ്റെ സാധ്യതകൾ, പുനർജന്മത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് തലച്ചോറെടുത്ത് കളയാറാണ് പതിവ്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അത് ബ്രെയിനാണ് നമ്മുടെ പ്രൈം ഓർഗൻ എന്നും നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കതുവരെയുള്ള ധാരണ ഹൃദയമാണ് നമ്മുടെ പ്രൈം ഓർഗൻ എന്നായിരുന്നു. അപ്പോൾ നോളജ്
എന്ന് പറയുന്ന സാധനം വരുന്നത് അങ്ങനെയാണ്. ഒരുപാട് വർഷം, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങൾ, ദശാബ്ദങ്ങൾ, ശതാബ്ദങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരു അറിവ് പതുക്കെ 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 മുന്നോട്ട് കയറി വന്നിരുന്നൊരു കാലഘട്ടത്തിൽ. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പ്രൈമേറ്റ് ആയിരുന്ന ഒരു കാലത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള പരിഷ്കൃതമായ ഒന്നുമില്ലാതെ പ്രാകൃതനാവുന്നതിനേക്കാൾ മുമ്പുള്ള അവസ്ഥയിൽ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ച്, ഭക്ഷണം ലഭ്യമായ സ്ഥലങ്ങളിൽ തമ്പടിച്ച്, അത് കഴിയുമ്പോൾ മുന്നേറി, ഒരു വിധത്തിലുള്ള ബന്ധങ്ങളോ ഗോത്ര സ്വഭാവങ്ങളോ പോലും കാണിക്കാതെ ഒരു കൂട്ടമായി, ഒരു കൂട്ടം എന്നല്ല, ഓരോരുത്തരും ഓരോരോ കാര്യം നോക്കി വളരെ സ്വാർത്ഥമായി മുന്നേറിയിരുന്ന കാലഘട്ടത്തിൽ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ഭീഷണികൾ അവൻ നേരിടാറുണ്ട്. അത് ഇപ്പോൾ മറ്റ് ജീവികളുടെ, അവനേക്കാൾ വലിയ ജീവികളുടെ ആക്രമണമാകാം. മനുഷ്യൻ സ്വയം ദുർബലനായ ജീവിയാണല്ലോ. മറ്റ് പല്ലും നഖവും ഒക്കെയുള്ള ശക്തരായ ആനിമൽസ് കൊന്നു തിന്നുന്ന അവസ്ഥ, അങ്ങനെ കുറേ പേര് മരിച്ചു പോകും. അതിനിടയിൽ മനുഷ്യർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വളരെ പ്രാചീനമായ രീതിയിലുള്ള ആളുകളായതുകൊണ്ട് എന്നും കലഹവും കൊല്ലലും ഒക്കെ തന്നെയാണ്, ഒരു പ്രശ്നമല്ല. അന്ന് നിയമവ്യവസ്ഥകളൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ മരിച്ചു പോകും. അങ്ങനെ ആ മരണങ്ങൾക്കിടയിൽ ഇവൻ ശ്രദ്ധിച്ചൊരു കാര്യം, കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളോ രണ്ടാളോ ഒരു കാരണമില്ലാതെ മരിച്ചു പോകുന്നത് കാണുന്നു. അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് മനസ്സിലാക്കുന്നത് പാമ്പ് പോലുള്ള ക്ഷുദ്രജീവികളാണ് അങ്ങനെ പെട്ടെന്നുള്ള അജ്ഞാതം എന്ന് വിചാരിക്കാവുന്ന മരണകാരണങ്ങൾ ആവുന്നതെന്ന്. കാരണം ഒരു പാമ്പിന് അത്ര സുന്ദരമായ ഒരു ക്രീച്ചർ, പല്ലും നഖവും കൈകളും കാലുകളും ഒന്നുമില്ലാത്ത ഇഴഞ്ഞ് മാത്രം നീങ്ങാൻ കഴിയുന്ന അതിസുന്ദരങ്ങളായിട്ടുള്ള ഈ ജീവികൾക്ക്, പാമ്പുകൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. പക്ഷേ അത് മനസ്സിലാക്കാൻ എത്രയോ അനുഭവങ്ങൾ, എത്രയോ മരണങ്ങൾ, എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകും. അത് മനസ്സിലായതിനു ശേഷവും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ എല്ലാവരിലും എത്തിക്കാനോ പിന്നെയും എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകും. ഒരു അറിവ് പിന്നെയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ പുതിയ നൂറ്റാണ്ടുകളൊക്കെ, ഈ പുതിയ നമ്മൾ പറയുന്ന 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടുകളൊക്കെ എണ്ണി തുടങ്ങുന്ന കാലത്താണ് പിന്നീട് മറ്റ് പലതിനും എന്ന പോലെ പാമ്പ് വിഷത്തിനും ഒരു മരുന്നുണ്ടാവുന്നത്, പ്രതിരോധം ഉണ്ടാവുന്നത്, മരുന്നുണ്ടാവുന്നത്. അപ്പം അതുവരെ ലക്ഷക്കണക്കിന് വർഷം മനുഷ്യൻ ഈ അറിവില്ലാതെ പാമ്പ് വിഷത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതെ പോയി. പിന്നീട് അതുമായി ബന്ധപ്പെട്ട പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള അറിവില്ലാതെ പോയി. അങ്ങനെ അറിവില്ലാത്ത കടന്നുപോയൊരു കാലഘട്ടം, ലക്ഷക്കണക്കിന് വർഷങ്ങൾ. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗതി വരുന്നത് എല്ലാ വർഷവുമാണ്. കഴിഞ്ഞ വർഷം ഉപയോഗിച്ചൊരു കാറല്ല ഈ വർഷം നമ്മൾ ഉപയോഗിക്കുന്നത്. അത്ര വേഗത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വളരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിങ് അല്ലേ? ബ്ലെസ്സിങ് ഓഫ് നോളജാണ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഞാൻ പറയും കൗണ്ട് യുവർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ടെക്നോളജി, സയൻസ്. അത് നോളജാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് പറയുന്ന പഴയൊരു ആപ്തവാക്യം നമ്മൾ പൂർണ്ണമായും മറന്നുപോയതാണ്. അത് വീണ്ടും തിരിച്ച് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ എവിടെയും എത്തിക്കുന്നത്, എന്തിനും പ്രാപ്തനാക്കുന്നത് നമ്മൾ ആർജിച്ച നോളജാണ്, വിദ്യാധനമാണ്. വിദ്യാധനം തന്നെയാണ് സർവധനാൽ പ്രധാനം. ഇടയ്ക്ക് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പൈസയാണ് പ്രധാനമെന്ന്. പൈസ വാരി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമായെന്ന് വിചാരിക്കുന്നു. പക്ഷേ പരിഹാരം വരുന്നത് പൈസ കൊണ്ടല്ല. പരിഹാരം വരുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കം പുതിയ അറിവുകൾ ആർജിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും. വിദ്യാധനം സർവധനാൽ പ്രധാനം. നോളജാണ് ഏറ്റവും പ്രധാനം. നോളജ് തരുന്ന വിസ്ഡമാണ്, വകതിരിവാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിയാനുള്ള സമയം തന്നെയാണിത്. വീണ്ടും ആ പഴയ ആപ്തവാക്യം ഓർമ്മിക്കണം തോന്നുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം.